ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. അവിടെ അഗാധകൂപം തുറക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വലിയ പുക പൊങ്ങി സൂര്യൻ പോലും ഇരുണ്ടു പോകത്തക്ക നിലയിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു. പിന്നീട് വെട്ടിക്കിളി പോലെയുള്ള സാധാരണയല്ലാത്ത എന്തോ ഒരു ജീവിവർഗം പോലെ പുറത്തേക്ക് വന്ന് മനുഷ്യരെ 5 മാസം ദണ്ഡിപ്പിക്കുന്നു. ഇതെന്താണെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വ്യാഖ്യാനങ്ങളുമാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ അഗാധകൂപം തുറന്നു എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. ഈ 9-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അഗാധകൂപം തുറന്നു എന്നാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 5-ാമത്തെ ദൂതൻ ഊതുമ്പോൾ അഗാധകൂപത്തിന്റെ താക്കോല് അവന് മറ്റൊരു ദൂതന് ലഭിക്കുന്നു. അവിടെ നക്ഷത്രമെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് നക്ഷത്രമല്ല, ഇത് ദൈവ ദൂതൻ തന്നെയാണ്. അപ്പോൾ ഈ ദൂതൻ തുറന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അന്ന് ആ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, സ്വർഗത്തിൽ വിവിധ സ്ഥലങ്ങൾ ഉള്ളതുപോലെ അധോലോകത്തിലും വിവിധ സ്ഥലങ്ങളുണ്ട്. ആ ക്ലാസ്സിൽ കയറാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ അന്ന് പറഞ്ഞിരുന്നത് ശവകുടീരങ്ങൾ, അതുപോലെ തന്നെ പറുദീസ, യാതനാസ്ഥലം, അന്ധകാരസ്ഥലം, അഗാധകൂപം, ഈ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അന്ന് ഈ അഗാധകൂപത്തെക്കുറിച്ചും ഞാൻ പറയുകയുണ്ടായി. എന്നാൽ ഇന്ന് നമ്മൾ കുറച്ചുകൂടെ ഈ ഒരു അഗാധകൂപത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഈ അഗാധകൂപം എന്ന് പറയുന്നത് ഭൂതാത്മാക്കളുടെ ബന്ധന സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ 6000-ഓളം ഭൂതങ്ങൾ ബാധിച്ച ലെഗിയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഭൂതഗ്രസ്തൻ. അപ്പം ആ ഭൂതഗ്രസ്തനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഭൂതങ്ങൾ, സത്യത്തിൽ ആ ഭൂതങ്ങൾക്ക് ഒരു ശരീരം ആവശ്യമായിരുന്നു. അതുകൊണ്ട് ആ ഭൂതഗ്രസ്തനിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവര് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് പന്നികളിലേക്ക് പോകണം, അതിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിടണമെന്നാണ്. അപ്പം ഈ ശരീരമില്ലാത്ത ദുഷ്ടാത്മാക്കൾ ഇവരൊരു ശരീരം അന്വേഷിച്ച് നടക്കുകയാണ്. അത് മാത്രവുമല്ല, അവർ യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, സമയത്തിന് മുമ്പ് ഞങ്ങളെ പറഞ്ഞയക്കരുത് എന്ന് അവരവിടെ അഭ്യർത്ഥിക്കുന്നുണ്ട് കർത്താവിനോട്. ആ ഭാഗം വായിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും, ഇല്ലേ? സമയത്തിന് മുൻപ് ആഴങ്ങളിലേക്ക് ഞങ്ങളെ അയക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇവര് സത്യത്തിൽ ഈ ഭൂതാത്മാക്കൾ ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവരും മനുഷ്യന് ദോഷം ചെയ്യുന്നവയുമാണ്. എന്നാൽ ഇവയുടെ പ്രവൃത്തി അതികഠിനമായി തീരുമ്പോൾ അവരെ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിക്കാതെ ദൈവം അവരെ അഗാധകൂപത്തിൽ തളച്ചിടും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം അത് ഏത് സമയത്തും ദൈവത്തിന് അത് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അശുദ്ധാത്മാക്കൾ അല്ലെങ്കിൽ ഭൂതാത്മാക്കൾ അവർ സ്വതന്ത്രമായി വിഹരിക്കുന്നുണ്ടെങ്കിലും അവരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പരിപൂർണമായ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യവും സംഭവിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലായോ? ചിലർ വിചാരിക്കുന്നത് പിശാചാണ് ശക്തൻ, പിശാചാണ് എന്താ പറയുന്നത്, പരമാധികാരി, എല്ലാ കാര്യവും ചെയ്യാൻ അവന് അധികാരമുണ്ട്. ഒരിക്കലുമല്ല. അവന് അധികാരമുണ്ട്, അല്ലെങ്കിൽ അവന് ശക്തിയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ശക്തിയേക്കാൾ വലിയ ശക്തിയൊന്നും അവനില്ല. ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴിൽ തന്നെയാണ് അവൻ പ്രവർത്തിക്കുന്നത്. ദൈവം വെച്ച ആ ഒരു സമയത്തിന്റെ അകത്താണ് അവൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗദരദേശത്ത് ഈ ഭൂതഗ്രസ്തനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദുരാത്മാക്കൾ പറയുന്നത്, ഞങ്ങളെ ഇനിയും പറഞ്ഞയക്കരുത്, ഞങ്ങളെ ആഴങ്ങളിലേക്ക് പറഞ്ഞയക്കരുത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, ഈ ഒരു അധോലോകം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ, അധോലോകത്തിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു ഭാഗമാണ് ഈ അഗാധകൂപം എന്ന് ഉള്ളത്. അടുത്തത്
നമ്മൾ ഈ ഭൂതാത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? ശൗലിന്റെ മേൽ യഹോവ അയച്ച ഒരു ദുരാത്മാവ് വന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ശൗല് അനുസരണക്കേട് കാണിച്ചപ്പോൾ, തന്റെ അഭിഷേകം എന്താ പറയുന്നത്, നഷ്ടപ്പെട്ടു പോയപ്പോൾ, അല്ലെങ്കിൽ ദൈവ പദ്ധതിയിൽ നിന്നൊക്കെ താൻ മാറിയപ്പോൾ, യഹോവയുടെ പക്കൽ നിന്നാണ് ഒരു ദുരാത്മാവ് ശൗലിന്റെ അരികിലേക്ക് വരുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആഹാബ് പടയിൽ പട്ടുപോകേണ്ടതിന് ആഹാബിനെ വശീകരിക്കുവാനായിട്ട് ഒരു വശീകരണത്തിന്റെ ആത്മാവ് യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഈ സത്യത്തിൽ ഈ അഗാധ കൂപത്തിലുള്ള ഈ ദുഷ്ടാത്മാക്കൾ, ഭൂതാത്മാക്കൾ ആരാണ്? അതിനെക്കുറിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലവിലുണ്ടെങ്കിലും ഒട്ടുമിക്ക വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്, പുരാതന ഭൂമിയിൽ, അതായത് ഒരു ജലപ്രളയം വന്ന് അതിനു മുൻപ് ഉള്ള ഈ ഒരു പുരാതന ഭൂമിയിൽ ജീവിച്ചിരുന്ന, എന്ന് പറഞ്ഞാൽ ഈ പുരാതന ഭൂമി ജലപ്രളയം വന്നു എന്ന് പറയുന്നത് നോഹയുടെ കാലത്തെ പ്രളയമല്ല ഉദ്ദേശിക്കുന്നത്, അതിനു മുമ്പുണ്ടായ ഒരു പ്രളയത്തിൽ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിരുന്നല്ലോ, ഭൂമി മുഴുവനും പാഴും ശൂന്യമായി തീർന്നു എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിന് മുൻപ്, ആദാമ്യ കാലഘട്ടത്തിന് മുൻപ് ഉണ്ടായിരുന്ന ഈ ഒരു ഭൂമിയിലെ നിവാസികളായിരുന്നു ഇവരെന്നും ഇവരുടെ അനുസരണക്കേട് നിമിത്തമായിട്ട് ഇത്തരത്തിലുള്ള ഈ അശരീരികളായ ദുഷ്ടാത്മാക്കളെ ദൈവം തടവിലാക്കിയെന്നുമാണ് വേദപണ്ഡിതന്മാരിൽ നല്ല പങ്കും വിശ്വസിക്കുന്നത്. ഇനി ഞാൻ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, ഈ ഒരു അഗാധ കൂപം തുറക്കുമ്പോൾ അഗാധ കൂപത്തിൽ നിന്ന് പുക പുറത്തു വരികയാണ്. ഈ പുക ചെറിയൊരു പുകയല്ല, കാരണം ആ പുകയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ആകാശം ഇരുണ്ടുപോയി എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുകയിൽ നിന്ന് വെട്ടിക്കിളി പുറപ്പെട്ടു, അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. ഈ സാധാരണയുള്ള വെട്ടിക്കിളികൾ നമുക്കറിയാം, പച്ചയായ സസ്യങ്ങളെയും ഇലകളെയും ഒക്കെ നശിപ്പിച്ചു കളയുന്നവയാണ്, ഇല്ലേ? മിസ്രൈമിലെ ബാധകളിൽ ഒന്നായിരുന്നല്ലോ വെട്ടിക്കിളി ബാധ. എന്നാൽ ഇവിടെ ഈ തരത്തിലുള്ള വെട്ടിക്കിളികളെ കുറിച്ച് പറയുന്നത്, ഇവ ആരെ കൊണ്ടും ഈ വെട്ടിക്കിളികളെ നശിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. 2, ഈ വെട്ടിക്കിളികൾക്കൊരു നേതാവുണ്ട്. സദൃശവാക്യത്തിലൊക്കെ പറയുന്നത് വെട്ടിക്കിളിക്ക് രാജാവില്ലെന്നാണ്. അവ അണിയണിയായിട്ട് പുറപ്പെടുന്നെങ്കിലും അവയ്ക്ക് രാജാവില്ല. എന്നാൽ ഇതിന് രാജാവുണ്ട്. അടുത്തത്, ഇത് ഒരു ആത്മീക അർത്ഥത്തിലല്ല, ഇതിനെ ഒരു ആക്ഷരീകമായ അർത്ഥത്തിലാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അത് മാത്രമല്ല, മുദ്രയില്ലാത്തവരെ എന്ന് പറഞ്ഞാൽ മുദ്രയില്ലാത്തവരെയാണ് ഇത് ഉപദ്രവിക്കുന്നത്. മുദ്രയുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയും ഈ വെട്ടിക്കിളിക്കുണ്ടെന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനിയും ഈ വെട്ടിക്കിളികളുടെ രൂപത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, ഈ 7-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാം. അതിൽ 1, കുതിരയുടെ ശരീരം; 2, മനുഷ്യന്റെ ശിരസ്, പൊൻകിരീടം, സ്ത്രീയുടെ മുടി, സിംഹദന്തം, ഇരുമ്പ് കവചം; അടുത്തത് ചിറക്, തേളിനുള്ളതുപോലെ വാലിൽ കുത്തുവാൻ വിഷമുള്ള. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു രൂപം എന്ന് പറയുന്നത്. അപ്പം ഈ രൂപം കണ്ടാൽ തന്നെ നമുക്കറിയാം, എന്തോ ഒരു ഭീകരമായ രൂപമാണ് ഈ വെട്ടിക്കിളികളുടെ രൂപം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജീവിവർഗങ്ങൾ, അല്ലെങ്കിൽ ഇത് ആദാമിന് മുൻപുണ്ടായിരുന്ന ആ ഒരു പുരാതന ഭൂമിയിൽ ജീവിച്ചിരുന്നവയാണ്. കാരണം അന്നത്തെ പല ജീവികളുടെയും ഫോസിലുകൾ പോലും മനുഷ്യന് കിട്ടിയിട്ടുണ്ട്, ഇല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ഡൈനോസറുകളുടെ ഒക്കെ ഫോസിലുകൾ. അതൊക്കെ ഈ പുരാതന ഭൂമിയിൽ ജീവിച്ചിരുന്നവയാണ്. അപ്പം അവയുടെ ഫോസിലുകൾ നമ്മൾ കാണുമ്പോൾ പലതും ഭീമാകാരമായിട്ട് നമുക്ക് തോന്നും. അപ്പം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആ ഒരു കാലഘട്ടത്തിൽ ലൂസിഫറിന്റെ പാപത്താൽ ഈ ഭൂമി ശപിക്കപ്പെട്ടപ്പോൾ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ജീവിവർഗങ്ങൾ തന്നെ ആയിരിക്കാം അതിഭീമാകാരവും കണ്ടാൽ ഭീകരവുമായിട്ടുള്ള പുരാതന ഭൂമിയിലെ നിവാസികൾ തന്നെയായിരുന്നു ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്നാൽ പിശാചിന്റെ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് അവർ മറ്റൊരു തരത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ അവയെ
തളച്ചിട്ടു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒരുപാട് ഉപദ്രവം ചെയ്യാത്ത അല്ലെങ്കിൽ ഉപദ്രവകാരികളല്ലാത്ത മായാവികളും പിശാചുക്കളും ഇന്നും മനുഷ്യനെ വഞ്ചിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം ഈ തിമത്തിയോസിന്റെ ലേഖനത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്, ദുഷ്ടമനുഷ്യരും മായാവികളും മനുഷ്യരെ വഞ്ചിക്കപ്പെട്ടും കൊണ്ട് ദോഷത്തിൽ മുതിർന്നു വരുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പ്രവാചകനായ യോവേലിന്റെ പുസ്തകത്തിലും ഇതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവിടെയും എഴുതിയിട്ടുണ്ട്. 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ കാണുകയാണ്, അത് നിമിത്തമായിട്ട് സകല മനുഷ്യരുടെയും മുഖങ്ങൾ വിളറുകയാണ്, ആയുധങ്ങളാൽ മുറിവേൽക്കുന്നില്ല. അതുപോലെ തന്നെ വീടുകളിലും പട്ടണങ്ങളിലും എല്ലാം കയറി അവ നാശം വിതയ്ക്കുകയാണ്. അടുത്തത്, ഇവർക്ക് മുദ്ര ഏറ്റവരെ തൊടുവാനായിട്ടുള്ള അധികാരം അവർക്ക് ഇല്ല എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇത് ഭൗതിക ജീവികളായിട്ട് അല്ല നമുക്കിതിനെ കാണാൻ പറ്റുന്നത്, എങ്കിലും ആക്ഷരികമായി ഇവ ജീവിക്കുന്നു. അടുത്തത്, ഇവ പറക്കുമ്പോൾ വലിയ ശബ്ദം ഉണ്ടാകുന്നു. ഈ ശബ്ദം എന്ന് പറയുന്നത് എങ്ങനെയുള്ള ശബ്ദമാണ്? കുതിര തേരുകളുടെ ഒച്ച പോലെയുള്ള ഒച്ച നമുക്ക് അവിടെ അത് കേൾക്കാനായിട്ട് പറ്റും. അങ്ങനെയാണല്ലോ അവിടെ അത് എഴുതിയിരിക്കുന്നത്, ഇല്ലേ? അതെ. അപ്പം പിന്നീട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇവ എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നതെന്നൂടെ നമുക്ക് നോക്കാം. ഇവിടെ 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, മനുഷ്യൻ മരണം അന്വേഷിക്കും, പക്ഷേ മരണം കാണത്തില്ല. മരിക്കാൻ കൊതിക്കും, പക്ഷേ മരണം അവരെ വിട്ട് ഓടിപ്പോകും. അടുത്തത്, അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിക്കാനാണ് അതിന് അധികാരം കിട്ടിയത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോലുള്ള വേദനയാണ് എന്ന് പറഞ്ഞാൽ, മരിക്കാൻ ആഗ്രഹിച്ചിട്ടും മനുഷ്യന് മരിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക കാലഘട്ടം. അങ്ങനെയുള്ള ഒരു വലിയ വേദനയുടെ കാലഘട്ടം ദൈവം മനുഷ്യന്റെ ഇടയിൽ അയക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ വേഗത്തിൽ ഈ ക്ലാസ് അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം ഈ ഒരു 5 മാസത്തേക്ക് ഈ ഒരു ഉപദ്രവം മനുഷ്യന് അനുവദിക്കുന്നത്? അതിന്റെ കാരണം ഇത്രയും മാത്രമേ ഉള്ളൂ. മാനസാന്തരപ്പെടാത്ത, ദൈവം പറഞ്ഞത് അനുസരിക്കാത്ത, വചനത്തിനെതിരായി നിൽക്കുന്ന ഈ ഒരു ജനസമൂഹത്തെ ദണ്ഡിപ്പിക്കുവാനായിട്ടാണ് ഈ അഗാധകൂപം തുറന്ന് ഈ വെട്ടിക്കിളിയെ ദൈവം പുറത്തുവിടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് സാധാരണ വെട്ടിക്കിളികളല്ല. അതിനെക്കുറിച്ച് നിങ്ങൾ വായിക്കുകയും കൂടുതലായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുക. ഇനിയും അടുത്തത് 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അഗാധ ദൂതൻ ഇവർക്ക് രാജാവായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. അവന് എബ്രായ ഭാഷയിൽ അബദ്ദോൻ എന്നും യവന ഭാഷയിൽ അപ്പല്ലുവോൻ എന്നും പേർ വിളിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിനാശകൻ എന്നാണ്. ഇതാരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഈ വീണുപോയ ഭൂതഗണത്തിൽ ഒരു നേതാവായിരിക്കാം, അല്ലെങ്കിൽ അതിലൊരു വ്യക്തിയായിരിക്കാം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കഷ്ടത നിലനിൽക്കുന്നത് 5 മാസമാണ്. 5 മാസം. അപ്പോൾ ഈ 5 മാസം കഴിയുമ്പോൾ ഈ അഭൗമിക ജീവികൾ എങ്ങനെ നശിച്ചുപോയി എന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും ദൈവം ഇതിനെ തിരിച്ച് അഗാധ കൂപത്തിലേക്ക് അടയ്ക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം വെളിപ്പാട് പുസ്തകം 19, 20 അധ്യായത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ 1000 ആണ്ടേക്ക് സാത്താനെയും അവന്റെ കിങ്കരന്മാരെയും അല്ലെങ്കിൽ അവന്റെ കൂടെയുള്ളവരെയും ഒക്കെ അഗാധത്തിൽ തളച്ചിട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഭാഗത്തിലേക്ക് നമുക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാം. അപ്പോൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന്റെ പരമാധികാരത്തിന് കീഴിലാണ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും കണ്ട് ഭയപ്പെട്ട് പേടിച്ച് മുന്നോട്ട് പോകാനായിട്ടല്ല, ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷാനുഭവം പ്രാപിച്ച് ദൈവിക വിശുദ്ധിയിൽ നിലകൊണ്ട് മുന്നോട്ട് പോകുന്ന ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇതിൽ നിന്നെല്ലാം സംരക്ഷിക്കപ്പെട്ടിരിക്കും. കാരണം നാം കർത്താവിനോട് കൂടെ ആയിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു സന്ദേശവുമായിട്ട് ഒരുമിച്ച് കാണാം. ആമേൻ. മാറാനാഥ.